രണ്ടു വീട്ടിലും പൂർണ്ണ സമ്മതം. ഇഷയെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ കൂടിച്ചേരലിനെ ആരും എതിർത്തില്ല. ഏവർക്കും സന്തോഷമായിരുന്നു താനും. ഇഷയുടെ വീട്ടുകാർക്ക് പിന്നെ മാളിയേക്കൽ തറവാട്ടിൽ നിന്നും ഒരു ബന്ധം ലഭിക്കുക എന്നത് അവർ വലിയൊരു ഭാഗ്യമായാണ് കണ്ടത്. അവർ സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലാണ് എന്നല്ല കേട്ടോ, വളർന്നു വരുന്നൊരു കമ്പനിയായിരുന്നു അവരുടേത്. സത്യത്തിൽ ഇഷ നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്തത് തന്നെ അവർക്ക് നമ്മുടെ കമ്പനിയുമായി ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം അപ്പോൾ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ഇഷയുടെയും ആരുഷേട്ടന്റെയും ഒക്കെ അച്ഛനായ സതീശൻ അങ്കിളിന് അത് വളരെ സന്തോഷമുണ്ടാക്കിയിരുന്നു. അവരുടെ കമ്പനിയുടെ വളർച്ചയും അദ്ദേഹം ഈ ബന്ധത്തിലൂടെ മുന്നിൽ കണ്ടു. പിന്നെ അധികം വൈകിക്കാതെ തന്നെ ഇരു വീട്ടുകാരും ചേർന്ന് ഗംഭീരമായി അവരുടെ നിശ്ചയം നടത്തി. അതിനുശേഷം അവൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും പുറകിൽ നിന്നും പ്രഭാകരന്റെ ശബ്ദം കേട്ടു. നാത്തൂനും കുറെ നേരമായല്ലോ സംസാരം തുടങ്ങിയിട്ട്, എന്താ ഇത്ര കാര്യമായി പറയാൻ? പ്രഭാകരൻ വാതിൽപ്പടിയിൽ നിന്ന് ഒന്ന് മുട്ടിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൾ പറയുന്നതെല്ലാം അച്ഛൻ കേട്ടിരിക്കുമോ എന്ന ഭയം വരദയുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. കാരണം ഇനി ആ വീട്ടിൽ ഇഷ എന്ന പേര് ഒരിക്കലും കേൾക്കരുത് എന്ന് അച്ഛൻ ദേവിന് കല്യാണത്തിന് മുന്നേ ആ വീട്ടിലുള്ള എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചാരു അവൾ പറഞ്ഞതെല്ലാം കേട്ട് അമ്പരപ്പിലായിരുന്നു. മോളെ ചാരു, നീ എന്താ ഇങ്ങനെ ഇടിവെട്ടേച്ച് പോലെ നിൽക്കുന്നേ? ഇവളെന്തെങ്കിലും കൊനിഷ്ടൊപ്പിച്ചോ? പ്രഭാകരൻ അത് ചോദിച്ചപ്പോഴാണ് ചാരുവിന് സ്വബോധം വീണ്ടു കിട്ടിയത്. ഏയ്, അങ്ങനെയൊന്നുമില്ല അച്ഛാ, ഞങ്ങൾ ചുമ്മാ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നീ തിരിച്ച് ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ വർത്തമാനമൊന്നും കേൾക്കുന്നില്ലല്ലോ. ആ, കഴിഞ്ഞ ആഴ്ച പോയി തുടങ്ങണമെന്ന് വിചാരിച്ചതാ. അപ്പോഴാണ് ഏട്ടൻ തായ്ലൻഡ് യാത്രയെ കുറിച്ച് പറഞ്ഞത്. അപ്പോ പിന്നെ അന്ന് പോകാൻ പറ്റിയില്ല. ആ, നാളെ തിങ്കളാഴ്ചയല്ലേ, ഇനി വൈകിക്കണ്ട. നാളെ തൊട്ട് ക്ലാസ്സിന് പോയി തുടങ്ങിക്കോ. നിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയ നമ്മുടെ ഓഫീസിൽ തന്നെ വർക്കിന് കയറാലോ. നല്ല ക്വാളിറ്റിയും കഴിവുള്ള ഒരു ബ്രെയിൻ ഉണ്ട് നിൽക്കുന്നുണ്ട്. വെറുതെ ആദ്യം വീട്ടിലിരുന്ന് നശിപ്പിക്കണ്ട. ആയിക്കോട്ടെ അച്ഛാ. വരദ, നീ ഒന്ന് വന്നേ, നിന്നോടൊരു കാര്യം പറയണ്ടായിരുന്നു. പ്രഭാകരൻ അവളോട് അത് പറഞ്ഞതും അവളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത ഉയർന്നു. അതിന് നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഭീതി നിറഞ്ഞ അവളുടെ മുഖം കണ്ട് അയാളുടെ ഉള്ളിൽ സംശയം നിറഞ്ഞു. കമ്പ്യൂട്ടറിൽ ഒരു കോഡ് സെറ്റ് ചെയ്യാനുണ്ട്, അതിനാണ് നിന്നോട് വരാൻ പറഞ്ഞേ. ഹോ, അതിനായിരുന്നോ? അവൾ ദീർഘശ്വാസം വലിച്ചെടുത്ത് പുറത്തേക്ക് വിട്ടു. നീ പിന്നെ എന്തിനാണെന്ന് വിചാരിച്ചത്? എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ? ഒന്നുമില്ല എന്റെ പ്രഭാകരോ. ഡി വേണ്ടാട്ടോ നിനക്ക്. നിശ്ചയത്തിന് ശേഷം പെണ്ണിനെ കുറമ്പ് കുറച്ച് കൂടിയിട്ടുണ്ട്. അയാൾ അവളുടെ തലക്കിട്ടൊന്നു കൊടുത്തു. ചാരു നേരെ മുറിയിലേക്കും പോയി. ഇത്രയും അഗാധമായി പ്രണയിച്ചുകൊണ്ടിരുന്നവർ എന്തിനായിരിക്കും പിരിഞ്ഞിട്ടുണ്ടാവുക? ഇങ്ങനെയൊരു നാടകീയ വിവാഹത്തിന്റെ ആവശ്യം എന്തായിരുന്നു? എല്ലാം ഒന്ന് അറിയാൻ ഇനിയിപ്പോ എപ്പോഴാ വരദയൊന്ന് ഒറ്റയ്ക്ക് കിട്ടുക? അവളുടെ ഉള്ളിലൂടെ നിരവധി ചോദ്യങ്ങൾ കടന്നുപോയി. അതിനിടയിലാണ് നാളത്തെ കോളേജിൽ പോക്കിന്റെ കാര്യം ഓർത്തത്. കല്യാണം കഴിഞ്ഞ ഇവിടേക്ക് വരുമ്പോൾ തന്നെ അവൾ ബുക്സും മറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷെൽഫ് തുറന്ന് 20ഓളം വരുന്ന ബാഗുകളുടെ ശേഖരത്തിൽ നിന്നും ഒരു ബ്രൗൺ കളർ ബാഗ് എടുത്ത് ബുക്സ് എല്ലാം അവൾ അതിൽ അടുക്കി വെച്ചു. എങ്ങനെയെങ്കിലും നന്ദുവിന്റെ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നാളെ കോളേജിലേക്ക് വരുന്ന കാര്യം അവളെ അറിയിക്കാമായിരുന്നു എന്ന് ചാരു അതിയായി ആഗ്രഹിച്ചു പോയി. വരദ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളുടെ ഉള്ളിൽ കിടന്ന് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിലും വീണ്ടും കോളേജിൽ പോകുന്നതിന്റെ ഒരു ആകാംക്ഷ അവളിൽ ഉണ്ടായിരുന്നു. നന്ദുവിന്റെ നമ്പർ കിട്ടാൻ മറ്റു വഴികളൊന്നും അവളുടെ മുന്നിൽ തെളിയാത്തത് കൊണ്ട് കൃഷ്ണന് തന്നെ വിളിച്ചു ചോദിക്കാൻ അവൾ തീരുമാനിച്ചു. ഒട്ടും താല്പര്യമില്ലാതെ അയാളുടെ നമ്പർ അവൾ ഡയൽ ചെയ്തു. ഹലോ, ആരാ? കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ ശബ്ദം കേട്ടതും ഒരു നിമിഷം അവൾ നിശബ്ദയായി. പെട്ടെന്ന് അച്ഛന്റെ വിരൽത്തുമ്പിൽ കുറുമ്പ് കാട്ടി നടന്നിരുന്ന കൃഷ്ണന്റെ സ്വന്തം ചാരുമോളുടെ ചിത്രം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ചാരുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. സങ്കടം തൊണ്ടക്കുഴിയിൽ തളം കെട്ടി നിന്നു. ഹലോ, നിങ്ങളെന്താ ഫോൺ വിളിച്ച ആളെ കളിയാക്കുവാണോ? നിശബ്ദയായി നിൽക്കുന്ന അവളിലേക്ക് മറുതലക്കിൽ നിന്നും വീണ്ടും അരിശത്തോടെയുള്ള ചോദ്യം കേട്ടതും ഒന്നും പറയാൻ കഴിയാതെ അവൾ ഫോൺ കട്ടാക്കി. അമ്മയുടേത് പോട്ടെ, എന്നെ അത്രമേൽ കൊഞ്ചിച്ചിരുന്ന അച്ഛന് എങ്ങനെയാ എന്നെ പണത്തിനു വേണ്ടി വലിച്ചെറിയാൻ തോന്നിയത്? അവളുടെ ചുണ്ടുകൾ വിതുമ്പി. എല്ലാവരും ഉണ്ടായിട്ടും പെട്ടെന്നൊരു ദിവസം ആരോരുമില്ലാത്ത അനാഥയെ പോലെ ആവേണ്ടി വന്നതിലുള്ള നിസ്സഹായത അവളിൽ നോവ് പടർത്തി. എല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ വീണ്ടും കൃഷ്ണന്റെ ശബ്ദം കാതുകളിൽ പതിഞ്ഞപ്പോ സങ്കടം കടൽ പോൽ മനസ്സിൽ ആക്രോശിച്ചുകൊണ്ടിരുന്നു.
അവൾ അങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണന്റെ നമ്പറിൽ നിന്നും അവളുടെ ഫോണിലേക്ക് കോൾ വന്നു. അല്പനേരം ഒന്ന് സന്ദേഹിച്ചു നിന്ന് അവൾ ഫോൺ എടുത്തു. ആരാ ഇത്? വിളിച്ചിട്ടെന്താ ഒന്നും പറയാതെ കട്ടാക്കിയത്? സോറി, നമ്പർ മാറിപ്പോയതാ, അവൾ പറഞ്ഞൊപ്പിച്ചു. മോളെ ചാരു, എന്റെ പൊന്നുമോളെ. അവളുടെ ശബ്ദം മനസ്സിലാക്കാൻ അയാൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. നിന്റെ ശബ്ദം പോലും കേൾക്കാതെ ഞാനിവിടെ ഒരുങ്ങി തീരുകയായിരുന്നു. നിന്നോട് ചെയ്ത തെറ്റിനെ ഓർത്ത് നേറി ഞാൻ. അയാളുടെ വാക്കുകളിൽ പാതി വഴിയിൽ മുറിഞ്ഞു. പക്ഷേ ചാരു ഒന്നും മിണ്ടിയില്ല. ദേവിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ടായിരുന്നു. എങ്കിലും നിന്നെ കിട്ടാൻ വേണ്ടി അവന്റെ ഫോണിലേക്ക് വിളിച്ചു പോകരുതെന്ന് ആദ്യമേ അവൻ താക്കീത് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞാൻ 2-3 തവണ വിളിച്ചു. എന്റെ നമ്പറാണെന്ന് അറിയുന്നത് കൊണ്ടാവും അവൻ ഫോൺ എടുത്തിട്ടില്ല. നേരിട്ട് വന്ന് കാണാനാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നത് നിനക്ക് ഇഷ്ടമില്ലല്ലോ. ഇത്രയും ദിവസം നിന്നോടൊന്ന് സംസാരിക്കാൻ കഴിയാതെ ഞാനിവിടെ ശ്വാസം മുട്ടി കഴിയുകയായിരുന്നു. എന്റെ മോൾക്ക് സുഖമല്ലേ? മതി, നിർത്ത് നിങ്ങളുടെ നാടകം. ആരെ ബോധിപ്പിക്കാനാ നിങ്ങൾ ഈ തേനും പാലും ഒലിപ്പിച്ച് സംസാരിക്കുന്നേ? കേവലം ഒരു മൃഗത്തെ വിൽക്കും പോലെ പണത്തിന് വേണ്ടി എന്നെ അയാൾക്ക് വിറ്റിട്ട് എനിക്കിവിടെ സുഖമാണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അല്പം പോലും ലജ്ജ തോന്നുന്നില്ലേ? മോളെ, ഞാൻ ദേവിന് നിന്നോടുള്ള മനോഭാവം ഇപ്പോഴും മാറിയില്ലേ? മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചാലും അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഒരു പെണ്ണ് എന്നല്ലാതെ അയാളുടെ ജീവിതത്തിൽ എനിക്ക് മറ്റൊരു സ്ഥാനവും ലഭിക്കുകയില്ല. നീ ശ്രമിച്ചാൽ അതൊക്കെ നടക്കും മോളെ. ആ ഒരൊറ്റ പ്രതീക്ഷയിലാ നിന്റെ അമ്മ പറഞ്ഞ ഈ ക്രൂരതക്ക് ഞാനും കൂട്ടുനിന്നത്. പെണ്ണിന്റെ ആത്മാർത്ഥമായ സ്നേഹത്തിൽ അലിഞ്ഞു പോവാത്ത ഒരു പൗരുഷവും ഉണ്ടാവുകയില്ല. ജന്മം തന്ന ആളുകൾക്ക് പോലും വേണ്ടാത്ത എന്നെയും എന്റെ സ്നേഹത്തെയും ഞാൻ എന്തിനാ മറ്റൊരാൾക്ക് നൽകുന്നേ? അതിന്റെ ആവശ്യമില്ല. എനിക്കതിന് താല്പര്യവുമില്ല. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുന്നു. അങ്ങനെയല്ല മോളെ. ആ അച്ഛൻ വിതുമ്പുന്നുണ്ടായിരുന്നു. അയാൾക്കൊരു കുഞ്ഞിനെ പ്രസവിച്ച് നൽകിയാൽ പിന്നെ നിങ്ങളുടെയൊന്നും നീഴൽ വെട്ടത്തുപോലും ഞാൻ ഉണ്ടാവുകയില്ല. ഞാൻ പോവും നിങ്ങളെപ്പോലെ ചതിയന്മാരില്ലാത്ത ലോകത്തേക്ക്. നീ ഇതെന്തൊക്കെയായി പറയുന്നത് മോളെ? സത്യം, നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യം. ഞങ്ങളെയൊക്കെ വിട്ട് നീ എവിടേക്ക് പോകുമെന്നീ പറയുന്നേ? കേവലം കച്ചവട ചരക്ക് പോലെ സ്വന്തം മകളെ വിറ്റ നിങ്ങളോട് ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാനിപ്പോ വിളിച്ചത് നിങ്ങളുടെ കള്ളക്കണ്ണീരും ഒലിപ്പിക്കുന്ന സംസാരവും കേൾക്കാനല്ല. എനിക്ക് എന്റെ നന്ദുവിന്റെ നമ്പർ ഒന്ന് കിട്ടണം. അവളുടെ നമ്പർ അമ്മയുടെ ഫോണിൽ ഞാൻ സേവ് ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? മോളെ പ്ലീസ്, അച്ഛൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഓ ശല്യം. അവളുടെ നമ്പർ കിട്ടാൻ മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടാ നിങ്ങൾക്ക് വിളിച്ചത്. എനിക്ക് നമ്പറും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ഞാൻ ഫോൺ വെക്കുവാ. അയ്യോ മോളെ വെക്കല്ലേ. ഞാൻ നോക്കിയിട്ട് നമ്പർ പറഞ്ഞു തരാം. ഇടറിയ ശബ്ദത്തോടെ കൃഷ്ണൻ നന്ദുവിന്റെ നമ്പർ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അത് കിട്ടിയ ഉടനെ തന്നെ ചാരു ഫോൺ കട്ടാക്കുകയും ചെയ്തു. അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയാൻ മനോധൈര്യം നിനക്ക് എവിടുന്ന് ഉണ്ടായത് ചാരു? അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം ചോദിച്ചു. അല്പസമയം ആ നൃത്തം അങ്ങനെ തന്നെ നിന്നവൾ പിന്നെ കണ്ണുനീരെല്ലാം തുടച്ച് നന്ദുവിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഹലോ, ആരാ? നന്ദു. കുറെ ദിവസങ്ങൾക്ക് ശേഷം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളുടെ ശബ്ദം കേട്ട ചാരുവിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ചാരു? അവളുടെ നീട്ടിയുള്ള വിളി കേട്ടപ്പോഴേ അത് തന്റെ ചാരുവാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്തൊക്കെയുണ്ടടി വിശേഷം? ഇനി ഒരിക്കലും എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയില്ല എന്ന് വിഷമിച്ച് നടക്കുകയായിരുന്നു ഞാൻ. നീ എവിടെയായിരുന്നു? ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണോ നിനക്ക് എന്നെ വിളിക്കാൻ തോന്നിയത്? ഓ, ഒന്ന് നിർത്തുന്നോ. എന്നെ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കോ നീ? സോറി, ഞാൻ നിന്റെ ശബ്ദം കേട്ട സന്തോഷത്തിൽ. വിശേഷങ്ങളൊക്കെ എല്ലാം ഞാൻ നാളെ നേരിട്ട് വന്നിട്ട് കാണുമ്പോ പറയാം. നേരിട്ട് കാണാനോ? നന്ദു സംശയത്തോടെ ചോദിച്ചു. ഞാൻ നാളെ തൊട്ട് കോളേജിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നീ എന്നെയും കാത്തു നിൽക്കണം. എനിക്കെന്തായാലും ഇവിടുന്ന് നേരിട്ട് ബസ്സില്ല, അവിടുന്ന് മാറി കയറേണ്ടി വരും. ഈശ്വര, സത്യമാണോ നീ പറയുന്നത്? നാളെ തൊട്ട് നീ കോളേജിലേക്ക് വരുന്നുണ്ടോ? ആടി, വരും. ഞാൻ ഒന്ന് വെക്കട്ടെ, കുറച്ച് പണിയുണ്ട്. നാളെ വരാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കണം. ഇത്രയും ദിവസം ലീവായതുകൊണ്ട് എല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കണം. തുടരും.